വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുന്ന ഹ്യൂജിൻ കാണുന്നത് അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നതാണ്. ടേങ്ങിന്റെ അച്ഛന്റെ കയ്യിലെ സീല് കാണുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങളാണോ ഇൻഷുറൻസുകാരുടെ അടുത്ത് പോയിട്ട് പൈസയുടെ കാര്യമൊക്കെ അന്വേഷിച്ചത്? നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാനായിട്ട് തോന്നി? പൂജിൻ നിങ്ങളുടെ മോനല്ലേ, പൂജിന്റെ കുട്ടിയല്ലേ പൂജു. നിങ്ങൾക്ക് എന്നിട്ടും ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് എങ്ങനെ പറ്റുന്നു? നിങ്ങൾ ഫാമിലി അല്ലേ നമ്മൾ ചോദിക്കും. എനിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമുക്ക് പൂജുവിനെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് 4ആയിട്ട് ഈ പൈസ ഡിവൈഡ് ചെയ്യാമെന്ന് അയാൾ പറയും. ഇത് കേൾക്കുമ്പോൾ ഒക്കെ ദേഷ്യം വരും. നിങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം എന്ന് അയാളുടെ അടുത്ത് പറയും. എന്നിട്ട് അയാളുടെ കയ്യിൽ കടിച്ച് ആ സീലും കൊണ്ട് പുറത്തേക്ക് ഓടും. ഇയാൾ അവിടെ ഇരുന്ന ഗ്ലാസ് എടുത്ത് ഇവിടെ എറിയും. രണ്ടാമത് പറയാനായിട്ട് പോകുന്നോണ്ടാണ് അവിടേക്ക് വരുന്നത്. അവൻ ഓടി ചെന്നിട്ട് അവളെ പിടിക്കും. അയാൾ രണ്ടാമത് എടുത്തെറിയുന്ന സാധനം ഇവന്റെ ദേഹത്തേക്കാണ് വന്ന് വീഴുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റും. ടേങ്ങിന് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ഇന്ന് ലീവിലായിരിക്കും. മീറ്റിംഗ് നമുക്ക് മാറ്റി വെക്കണമെന്ന് അവന്റെ ഫ്രണ്ട് വന്ന് യൂസങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഹ്യൂജനും ലീവാണെന്ന് വിളിച്ചു പറഞ്ഞു എന്ന് അസിസ്റ്റന്റ് മാനേജർ പറയുമ്പോഴത്തേക്കും അവർക്കിടയിൽ എന്തോ സംഭവിച്ചു എന്ന് യൂസങ്ങിന് മനസ്സിലാവും. ഹ്യൂജൻ ഹോസ്പിറ്റലിൽ പോയി വൂണ്ടെല്ലാം ഡ്രസ് ചെയ്യും. 2 ദിവസം കൂടുമ്പോൾ ഇത് വന്ന് മാറ്റണം, സ്വെല്ലിംഗ് എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പം തന്നെ വന്ന് കാണിക്കണം എന്നൊക്കെ ഡോക്ടർ അവളോട് പറയും. ടേങ് അച്ഛനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അയാള് ഫ്രോഡിന് ജയിലിലായിരുന്നു, ഇപ്പൊ പരോളിൽ ഇറങ്ങിയതാണ്. ഇതൊന്നും ഇയാൾ അറിഞ്ഞില്ലേ എന്ന് ഒരു പോലീസുകാരൻ ചോദിക്കും. എനിക്കറിയത്തില്ലായിരുന്നു എന്ന് അവൻ പറയും. വീണ്ടും വീണ്ടും ഇയാൾ എന്തിനാണ് നിങ്ങളുടെ ഫാമിലി അടുത്ത് ഇത് ചെയ്തതെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ കാശ് മുടക്കിയാണ് അവരെ വളർത്തിയത്, അതെനിക്ക് തിരിച്ചു വേണ്ടതാണ് ഇയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇവൻ ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചാൽ അലറും. അവിടുത്തെ ഈ ബഹളമൊക്കെ വേറൊരു പോലീസുകാരൻ ശ്രദ്ധിക്കുന്നുണ്ട്. ടേങ് അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ പോലീസുകാരൻ ഇവന്റെ പുറകെ ചെല്ലും. പൂജിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കും. ഞാൻ അവന്റെ സ്റ്റേഷൻ ഹെഡായിരുന്നു. ഫ്യൂണറലിന് വന്നപ്പോൾ ആ ഒരു ഷോക്കിൽ എനിക്ക് നേരെ പരിചയപ്പെടാനായിട്ട് പറ്റിയില്ല. ഈ ഒരു കാര്യം ഇയാളോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇതൊന്നും അറിയരുതെന്ന് പൂജിന് നിർബന്ധം ഉണ്ടായിരുന്നു. നിന്റെ അച്ഛൻ ഫ്രോഡ് കേസിൽ ജയിലിലായിരുന്നു എന്നറിയാലോ. അയാളെ റിപ്പോർട്ട് ചെയ്തത് പൂജിനാണ്. സ്വന്തം അച്ഛൻ കാരണമാണ് അവനൊരു പോലീസ് ഓഫീസറായി തീർന്നതെന്ന് അയാൾ പറയും. കുറച്ചു കാലം മുമ്പ് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫ്രോഡ് കേസിന്റെ ഫയൽ വന്നു. അവൻ കുറെ നേരം അത് നോക്കിയിരിക്കുന്ന കണ്ടു. എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇതിലെ പ്രതി എന്റെ അച്ഛനാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. നിർബന്ധമായിട്ടും അയാളെ ജയിലിൽ അടയ്ക്കണം എന്ന് അവനെന്തോ വാശിയുള്ളതുപോലെ തോന്നി. അതുപോലെ അയാൾ പറ്റിച്ച വിക്ടിംസിനെ എല്ലാം ഇവന് അന്വേഷിച്ച് നടക്കാനായിട്ടൊക്കെ തുടങ്ങി. എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അച്ഛന് ബിസിനസ് ആയിരുന്നു. ബിസിനസ് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന് പൈസയുടെ ഒബ്സഷനായി ആളുകളെയൊക്കെ പറ്റിച്ച് കടന്നു കളയാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നീട് എപ്പോഴോ പൂജിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അന്നൊന്നും പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അച്ഛനല്ലേ കുട്ടികളെ അടിക്കും എന്നുള്ള രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ ജയിലിലടയ്ക്കാൻ ഞാൻ നടത്തിയ ശ്രമങ്ങളൊന്നും നേരെ വന്നില്ല. ഒരു ദിവസം അയാളെ ടേങ്ങിനെ ഉപദ്രവിക്കുന്ന കണ്ടു. അതോടുകൂടി ഇത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അവനെങ്കിലും രക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഒരു ഓർഫനേജിൽ കൊണ്ടുവിട്ടു. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഓരോ പ്രാവശ്യവും ആ പ്ലാൻ പരാജയപ്പെട്ടു. അയാളെ പോലീസ് പിടിക്കുമായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. എപ്പോഴെങ്കിലും അയാളെ ജയിലിൽ അടച്ചിട്ട് അനിയനെ കൂട്ടിക്കൊണ്ട് വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നീണ്ടു പോയി. ഒരു അവസ്ഥ എത്തിയപ്പോൾ അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ, അവൻ ഫ്രീ ആയല്ലോ, അവനിതൊന്നും സഹിക്കേണ്ടി വന്നില്ലല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു എന്ന് പൂജിൻ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് അവൻ എല്ലാം സഹിച്ചു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു സപ്പോർട്ടായിരുന്നിരിക്കുമല്ലോ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അവന്റെ ചേട്ടനല്ലേ, അപ്പോൾ ഞാൻ വേണ്ട അവനെ രക്ഷിക്കാൻ എന്നാണ് പൂജിൻ അയാളോട് പറയുന്നത്. എന്നിട്ട് ചേട്ടൻ കൊടുത്ത പരാതികളുടെ കോപ്പീസും തെളിവായിട്ട് കൊടുത്ത ചേട്ടന്റെ ദേഹത്തെ മുറിവുകളുടെ ഫോട്ടോസും എല്ലാം ഇയാള് ടേങ്ങിന് കാണിച്ചു കൊടുക്കും. അതിനാണ് അവൻ സത്യമെല്ലാം അറിയുന്നത്. ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് ഓർഫനേജിലൊക്കെ ഇവനെ ദൂരെ നിന്ന് കണ്ടിട്ടൊക്കെ തിരിച്ചു പോകുമായിരുന്നു. അവൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ചേട്ടന്റെ റൂമിൽ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് എല്ലാം ഉള്ള ആൽബം എല്ലാം ചേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അവന് പ്രൈസ് കിട്ടിയ കാര്യവും ആ ഫോട്ടോയും എല്ലാം ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഫോട്ടോഗ്രാഫർ ആയതെല്ലാം ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അവന് മനസ്സിലാവും. കുറ്റബോധം കാരണം അവൻ പൊട്ടിക്കരയും. ഹ്യൂജൻ ടേങ്ങിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹ്യൂജനും മൂജുവും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ടേങ് അവിടെയുണ്ട്. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാൻ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ബിസി ആയിരുന്നു എന്നാണ് അവൻ പറയുന്നത്. അവൾ നോക്കുമ്പോൾ അവന്റെ മുഖത്തെ മുറിവൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഇയാൾ ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ കിടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകും. ടേങ്ങിന്റെ ഫ്രണ്ട് കിം ജൂൺ അവനെ വിളിച്ചു നോക്കും. അവൻ ഒറ്റയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയായിരുന്നു. അവൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും എൻ്റെ ചേട്ടൻ എന്നെ അവസാനം വിളിച്ച ദിവസം ഓർമ്മയുണ്ടോ? അന്ന് അച്ഛൻ പരോളിൽ ഇറങ്ങുമായിരുന്നു. അതെന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചു നോക്കിയത്. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ എന്നിട്ട് തിരിച്ചവനെ വിളിച്ചില്ല. ഒരുപക്ഷെ ഞാൻ വിളിച്ചിരുന്നെങ്കിൽ അവനിന്ന് ജീവനോടെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അവന്റെ ലൈഫ് മിസറബിൾ ആകുന്നതിനും അവന് കാർ ആക്സിഡന്റ് സംഭവിച്ചതിനും എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇവൻ കുറ്റബോധത്തോടെ പറയുമ്പോൾ നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുതെന്ന് ഫ്രണ്ട് അവനോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവരുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. റിംഗ് എക്സ്ചേഞ്ചിന്റെ സമയത്താണ് ഞാൻ ചെന്നത്. അത്ര ഹാപ്പി അല്ലാത്തൊരു ലൈഫ് ആയിരിക്കട്ടെ നിങ്ങളുടേതെന്നാണ് ഞാൻ അവിടെ വെച്ചിട്ട് വിഷ് ചെയ്തത്. ഞാൻ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു. അത് എൻ്റെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് പറയത്തില്ലായിരുന്നു. എല്ലാം ഞാൻ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയും. ഹ്യൂജൻ ഊജുവിന്റെ അടുത്തോ കിടക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞു സമ്മതിക്കുന്നില്ല. അങ്കിളിനെ മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്തേക്ക് മഴ പെയ്തു തുടങ്ങും. അങ്കിൾ ഇന്ന് വലിയ വിഷമത്തിലാണെന്നൊക്കെ അവള് കുഞ്ഞിന്റെ അടുത്ത് പറയും. ടേങ് ഓക്കെ ആണോ എന്ന് അവൾക്ക് സംശയമുണ്ട്. അവധി ദിവസമായിട്ടും ടേങ് ഓഫീസിലേക്ക് ചെല്ലും. അവന്റെ മുഖം മുറിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ എമിച്ചുവിന്റെ ഹസ്ബൻഡ് മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കും. എന്തിനാണെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൻ പറയും. എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാവും. പെർമനന്റ് ആയിട്ട് സെലക്ട് ചെയ്ത എംപ്ലോയീസിന്റെ കൂട്ടത്തിൽ ഹ്യൂജിന്റെയും പേരുണ്ട്. ടീംമേറ്റ്സ് ഒക്കെ അത് സെലിബ്രേറ്റ് ചെയ്യും. അവർക്ക് ഇഷ്ടമുള്ള ബേക്കറിയിൽ നിന്ന് ക്യൂ നിന്നിട്ട് യൂസങ്ങാണ് സ്പെഷ്യലായിട്ട് ആ കേക്ക് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് അസിസ്റ്റന്റ് മാനേജർ സ്റ്റാഫിന്റെ അടുത്ത് പറയും. നിങ്ങൾ കോളേജിൽ വെച്ചിട്ട് നല്ല ക്ലോസ് ആയിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ആരും ഓർത്ത് വെക്കത്തില്ലല്ലോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഹ്യൂജിന്റെ കൈക്ക് എന്തോ പറ്റിയെന്ന് യൂസങ്ങിന് മനസ്സിലാവും. പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അവൾ പക്ഷെ ചോദിക്കുമ്പോൾ പറയുന്നത്. കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സേവോണും ആകെ ഷോക്ക്ഡാവും. നിനക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യത്തെക്കാട്ടിലും എനിക്ക് ടേങ്ങിനെ ആലോചിച്ചിട്ടാണ് വിഷമം. ഞാൻ കാരണമാണ് അവൻ അച്ഛനോട് മിണ്ടിയത്. അച്ഛൻ്റെ അടുത്ത് മിണ്ടണം, അച്ഛനെ വീട്ടിൽ താമസിപ്പിക്കണം എന്നൊക്കെ ഞാനാണ് ടേങ്ങിനെ നിർബന്ധിച്ചത്. ഇത് ഞാൻ വരുത്തി വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ അവള് സേവന്റെ അടുത്ത് സങ്കടം പറയും. നീ ടേങ്ങിനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം. എന്തായാലും നിങ്ങൾ ഫാമിലി അല്ലേ എന്ന് സേവൻ പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഹ്യൂജിൻ തീരുമാനിക്കും. ഹ്യൂജിൻ പറയാത്തത് കൊണ്ട് യൂസങ് സേവന്റെ അടുത്ത് ചോദിക്കും അവൾക്ക് എന്താണ് പറ്റിയതെന്ന്. പക്ഷെ അവള് പറയാനായിട്ട് ഹെസിറ്റേറ്റ് ചെയ്യും. ഞാൻ പറയത്തില്ല, അത് ഹ്യൂജിന്റെ അടുത്ത് തന്നെ ചോദിക്കണം എന്ന് പറയുന്നുണ്ട്. ഫാമിലി മാറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ മാത്രമേ പറയത്തുള്ളൂ. കാര്യമായിട്ട് എന്തോ പറ്റിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിക്കും. സംഭവങ്ങളൊക്കെ നെയ്ബേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അവർക്കും അതൊരു ഷോക്കാണ്. വെറുതെ ടേങ്ങിനെ ജഡ്ജ് ചെയ്തു എന്നുള്ള വിഷമം അവർക്കുണ്ട്. ടേങ്ങിനെ അച്ഛനെ ഒരു ദിവസം ഇവരുടെ ഡോറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു എന്ന് നെയ്ബറും അന്നേരം പറയും. എല്ലാവർക്കും ടേങ്ങിന്റെ അവസ്ഥ ഓർത്ത് സങ്കടമുണ്ട്. പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ അവനെ ശല്യപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നെയ്ബറിന്റെ അമ്മ അവരോടെല്ലാം പറയും. ടേങ്ങന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഹ്യൂജിൻ അവന് വേണ്ടിയിട്ട് ഫുഡും ബിയറും എല്ലാം റെഡിയാക്കി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇയാൾ അന്നത്തെ ഇൻസിഡന്റിന് ശേഷം വീട്ടിലിരുന്നിട്ടേ ഇല്ലല്ലോ, ഒരു ദിവസം പോലും ഓഫ് എടുത്തിട്ടില്ലല്ലോ, ബിസി ആണോ എന്ന് അവൾ ചോദിക്കും. ആണെന്ന് അവൻ പറയും. ഇയാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനും പൂജുവും ഇയാളുടെ ഫാമിലി അല്ലേ എന്നോട് ചോദിക്കുമ്പോൾ എന്ത് ഫാമിലി? എന്റെ സ്വന്തം ഫാമിലി എങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്തതെന്ന് ഇയാൾ കണ്ടതാണല്ലോ. ഞാൻ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോയ ഒരാളെ വിശ്വസിക്കാനായിട്ട് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവൻ ഫുഡൊന്നും കഴിക്കാതെ അകത്തേക്ക് പോകും. അവന് അന്നേരം യൂസങ്ങിന്റെ കോൾ വരും. എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇയാളെ ഫാമിലിയാണ്, ഹ്യൂജിനെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ കാരണം അവള് അപകടത്തിലാവുന്നത്. ഇങ്ങനെയാണ് ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യൂസം അവനടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കുഞ്ഞു രാവിലെ എഴുന്നേറ്റ് കരയാനായിട്ട് തുടങ്ങും. ഹ്യൂജിൻ നോക്കുമ്പോൾ ടേങ് വീട്ടിലില്ല. അവളെ ഫുഡ് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞാണെങ്കിൽ കഴിക്കുന്നില്ല. അതെല്ലാം തട്ടിമറിച്ച് താഴെ ഇടും. അവളത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂസങ്ങിന്റെ കോൾ വരും. ഇന്ന് എന്താ പരിപാടി എന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ പൂജുവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറയും. ഇവൻ ഓൾറെഡി ഇവരുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ ചെല്ലും. കുഞ്ഞിന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് അവൻ വരുന്നത്. ഇന്നത്തെ ഡേറ്റ് ഇവിടെ ആയാലോ എന്ന് ചോദിച്ചിട്ട് അവൻ അകത്ത് ചെന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അവൾക്ക് കൊടുക്കും. അവൻ ഇതെല്ലാം നന്നായിട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അവൾക്ക് സർപ്രൈസ് ആണ്. അതിനുശേഷം കുഞ്ഞിന്റെ കൂടെ ചെന്നിട്ട് കളിക്കും, കുഞ്ഞിനെ കൊണ്ട് വെളിയിൽ പോവുകയൊക്കെ ചെയ്യും. അവൻ കുഞ്ഞിനെ നന്നായിട്ടാണ് നോക്കുന്നത്. എനിക്ക് കുറെ യങ്ങ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു എന്നാണ് ഇവൻ അന്നേരം ഹ്യൂജിനടുത്ത് പറയുന്നത്. അവൻ ഒറ്റ കുട്ടിയാണെന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരുന്നത്. ഞാൻ ഓർഫനേജിലായിരുന്നു, മിഡിൽ സ്കൂളിലായപ്പോഴാണ് എന്നെ ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്തത്. നല്ല സ്നേഹമുള്ള ഫാമിലി ആയിരുന്നു എന്ന് അവൻ പറയും. അത് അറിയാനുണ്ട് ഇയാള് എത്ര നന്നായിട്ടാണ് സക്സസ്ഫുൾ ആയിട്ടാണ് ലൈഫ് ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതുകൊണ്ടാണ് ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത്, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് നല്ലതുപോലെ സ്നേഹിക്കാനായിട്ട് പറ്റും. കാരണം ഞാൻ സ്നേഹം കിട്ടിയാണ് വളർന്നത്. എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം, അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ തരാമെന്ന് അവൻ ഹ്യൂജിൻ്റെ അടുത്ത് പറയും. ടേങ് അച്ഛനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലും. അവിടെ ഇരിക്കുമ്പോഴും യൂസം പറഞ്ഞ കാര്യങ്ങളാണ് അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്.
അച്ഛൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയാനായിട്ട് തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെറുതായിരുന്ന മൂജിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് തോന്നിയത്? മൂജിൻ്റെ ജീവിതം നശിപ്പിച്ചതിന് ശേഷം നിങ്ങളിപ്പോൾ എൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കുവാണ്. ഒരു കാരണവശാലും ഞാൻ സെറ്റിൽ ചെയ്യത്തില്ല. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചേക്കാണ്. നിങ്ങൾ ഒരിക്കലും ഇനി എന്നെ കാണാനായിട്ട് വരരുത്. ഞാൻ കോർട്ട് ഓർഡർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾ ഹ്യൂജിനെയോ മൂജുവിനെയോ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ടേങ് മൂജിന്റെ റിമൈൻസ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. നീ അവസാനം വരെ എന്നെ സ്നേഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അപ്പോളജൈസ് ചെയ്യും. കുറെ ദിവസങ്ങൾക്ക് ശേഷം ടേങ് കുഞ്ഞിനെ വിളിക്കാനായിട്ട് ചെല്ലും. കുഞ്ഞിനെ അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. കുഞ്ഞിനെ കൊണ്ടുവന്ന് അവൻ ഉറക്കുകയൊക്കെ ചെയ്യും. അന്നത്തേക്ക് ഹ്യൂജിൻ വീട്ടിലേക്ക് വരും. നോക്കുമ്പോൾ അവൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. എവിടെയെങ്കിലും പോവുകയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ പോവുകയാണ്, എൻ്റെ വീടിൻ്റെ പണി നേരത്തെ തന്നെ കഴിഞ്ഞായിരുന്നു, ഞാൻ കള്ളം പറഞ്ഞതാണ്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണോ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതല്ല, എന്തായാലും 1 മാസം കഴിയുമ്പോൾ മാറാമെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഞാൻ മാറാമെന്ന് തീരുമാനിച്ചു എന്ന് ഇവൻ വീണ്ടും പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഫാമിലിയാണ്, അതുകൊണ്ട് ഇയാളെങ്ങും പോകണ്ട, അത് പ്രശ്നമൊന്നുമില്ല എന്ന് ഇവൾ പറയും. എന്ത് ഫാമിലി? ആ മനുഷ്യനാണ് എൻ്റെ ഫാമിലി എന്ന് ഇയാൾ കണ്ടല്ലോ, അയാളുടെ മോനാണ് ഞാൻ, അത് മാറാനായിട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. എന്നെ സ്നേഹിച്ച ആളെ തിരിച്ചറിയാനും എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ സ്നേഹിക്കാനോ അവരെ നോക്കാനോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാൾ ഇനി ഫാമിലിയെ പറ്റി പറയണ്ട, ഞാൻ എന്തായാലും പോകാനായിട്ട് പോവാണ്. നിങ്ങളെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, കെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നോക്കാൻ പറ്റും എന്നൊന്നും എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. ഞങ്ങളെ നോക്കാനായിട്ട് ഇയാളോട് ആരാണ് പറഞ്ഞത്? എനിക്കും ഇതൊന്നും ചെയ്ത് പരിചയമില്ല. ഞാനും ആദ്യമായിട്ടാണ് ഒരു കുട്ടിയെ വളർത്തുന്നത്. നമുക്ക് ഒന്നിച്ചത് ഫിഗർ ഔട്ട് ചെയ്യാമെന്നല്ലേ ഇയാളോട് പറഞ്ഞത്. ഞാൻ എഫേർട്ട് ഇടുന്നു എന്ന് ഇയാൾക്ക് അറിയാമല്ലോ. ഇയാൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും അതെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും. എനിക്ക് വേണ്ടിയിട്ട് ആരും എഫേർട്ട് ഇടണ്ട. കാരണം കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇയാളെ ഡിസപ്പോയിൻറ്റഡ് ആവും. ഇപ്പൊ പറ്റിയ കൂട്ട് ഇയാളെ ഹേർട്ട് ആവും. അത് മാത്രമേ ലാസ്റ്റ് സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് 2 വഴിക്ക് പിരിയാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. വീട്ടിലെത്തി പെട്ടി തുറന്നെല്ലാം മടക്കി വെക്കാൻ തുടങ്ങുമ്പോൾ പൂജുവിന്റെ ഒരു സോക്സ് അവന് വിട്ടു. അങ്കിൾ ഇവിടുന്ന് താമസം മാറുവാണ്, നിന്നെ ആന്റിയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. ഞാൻ ഇവിടുന്ന് താമസം മാറിയാലും നിന്റെ അങ്കിള് തന്നെയാണ് നിന്നെ ഉപേക്ഷിച്ച് പോയെന്നൊന്നും നീ വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാനായിട്ട് വരാം, നമുക്ക് ട്രിപ്പിനൊക്കെ പോകാമെന്നെല്ലാം ഇവൻ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ടേങ് വിഷമിച്ചിരിക്കും. പിറ്റേ ദിവസം ഹ്യൂജൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അവക്കും ഓഫീസിൽ പോകണം, പൂജുവിനെ റെഡിയാക്കണം. ആ ധൃതിക്കിടയിൽ ഫ്രിഡ്ജിലെ സ്റ്റിക്കി നോട്ട്സ് കാണുമ്പോൾ അവള് ടേങ്ങിനെ ഓർക്കും. ടേമിച്ചുവിന്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് പേപ്പേഴ്സ് സൈൻ ചെയ്യാനായിട്ട് സമ്മതിക്കും. അത് അറ്റോർണിയുടെ അടുത്ത് നിന്ന് ടേമിച്ചു അറിയും. അയാൾ രാവിലെ അവർക്ക് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഡിവോഴ്സിന് സമ്മതിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, ഇയാള് കൂടുതൽ പൈസ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോവാണെന്നല്ലേ പറഞ്ഞത്, അതെന്താ ചെയ്യാൻ ഞാൻ ചോദിക്കും. നീ ഒരു സെലിബ്രിറ്റി അല്ലേ, എല്ലാവരും അറിയും, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാനെന്ന് അയാൾ പറയും. ടേങ്ങിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല, പിന്നെന്താ ക്വിറ്റ് ചെയ്യാത്തത്? എത്രയും പെട്ടെന്ന് എന്നെ ബോധർ ചെയ്യാതെ ഇവിടുന്ന് പോകണം എന്ന് അവർ പറയും. അത് അയാൾക്ക് ഹേർട്ട് ആവും. ട്രെയിനിങ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത്, അവനൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് അയാൾ മറുപടി കൊടുക്കും. അവരുടെ പ്രോജക്റ്റിന്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ദൂരെ ഒരു സ്ഥലത്തേക്കാണ്, എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഹ്യൂജനാണ് ഡ്രൈവ് ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് അവൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുറകിൽ ഇരുന്നിട്ട് അസിസ്റ്റന്റ് മാനേജർ ചായയും ടീം മെമ്പറും ഉറങ്ങിപ്പോവും. കുറച്ചു ദൂരം ചെല്ലുമ്പോൾ അവൾ ടയർഡായി തുടങ്ങിയെന്ന് ഹ്യൂസങ്ങനെ മനസ്സിലാവും. അവനൊരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് വായിൽ വെച്ച് കൊടുക്കും. ഇത് അന്നേരം ഉണരുന്ന അസിസ്റ്റന്റ് മാനേജർ ചാവാണ്. എമിച്ചുമായിട്ടാണല്ലോ അവർ കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നത് ടേങ് ആണ്. ഹ്യൂജനും ഹ്യൂസങ്ങും അടുത്ത് നിന്ന് സംസാരിക്കുന്നതൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ കാണാത്തതുപോലെ നിൽക്കും. അവർ തമ്മിൽ എന്തോ ഉണ്ട്, അവർ ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. കാറിൽ വെച്ചിട്ട് ഹ്യൂസങ് ക്യാൻഡി ഹ്യൂജിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ അസിസ്റ്റന്റ് മാനേജർ ചാ ടീം മെമ്പറിന്റെ അടുത്ത് പറയുന്നത് ടേങ് കേൾക്കും. ടേങ് ഇത്ര ടാലന്റഡ് ആണ്, ഇത് അവൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആദ്യത്തെ ഫോട്ടോഷൂട്ട് ആണെന്ന് പറയത്തേ ഇല്ല, അധികം എഡിറ്റിംഗ് പോലും വേണ്ടി വരത്തില്ല, അവൻ നല്ല കഴിവുള്ള പയ്യനാണെന്നൊക്കെ എമിച്ചുവിന്റെ ഹസ്ബൻഡ് പറയും. അത് ഹ്യൂജിൻ കേൾക്കും. അവർക്ക് സന്തോഷം തോന്നും. ഹ്യൂജിൻ ടേങ്ങിനെ ശ്രദ്ധിക്കുന്നത് ഹ്യൂസങ്ങും കാണും. ഫോട്ടോസ് നോക്കാൻ വേണ്ടിയിട്ട് ടേങ് ചെല്ലുന്നതന്നെയാണ് ടേങ്ങും ഹ്യൂജിനും കൂടി മുഖാമുഖം കാണുന്നത്. രണ്ടുപേർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂജിൻ അവിടുന്ന് മാറിക്കളയും. അന്നേരം അവിടുന്ന് ഒരാള് നടന്നു പോകുമ്പോഴത്തേക്കിനും പോക്കറ്റ് വെച്ചിരുന്ന ഒരു ഏണി തട്ടിയിട്ട് അത് അവളുടെ ദേഹത്തേക്ക് വീഴാനായിട്ട് പോകും. അന്നേരത്തേക്ക് ടേങ് ചാടി അങ്ങോട്ടേക്ക് ചെല്ലും. അതേ സമയത്ത് തന്നെയാണ് ഹ്യൂസങ്ങും അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടിയാണ് ഹ്യൂജിനെ രക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത് വീണിട്ട് ഹ്യൂസങ്ങിന് പരിക്കും പറ്റുന്നുണ്ട്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഹ്യൂജിനെ രക്ഷിക്കാനായിട്ട് ചെന്നത് അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് അസിസ്റ്റന്റ് മാനേജർ ചാ പറയും. ഇത് കേട്ട് ടേങ് അവിടുന്ന് മാറിക്കളയും. അവനെന്തോ വിഷമം ഉണ്ടെന്ന് എമിച്ചുവിന്റെ ഹസ്ബൻഡിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്.
നിങ്ങൾ എന്തായി സംസാരിക്കുന്നത്? ടേങ്ങിന്റെ കൂടെയാണ് ഹ്യൂജിൻ നല്ല ചേർച്ചാണ്. അയാള് ചായയുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും അല്ല, യൂസഫിന്റെ കൂടെയാണ് നല്ല ചേർച്ചാണ് ചാ തിരിച്ചു പറയും. രണ്ടുപേരും ഇതിന്റെ പേരിൽ കുറെ നേരം ആർഗ്യൂ ചെയ്യും. ഇയാൾ സിംഗിൾ അല്ലേ, ഇതിനു മുമ്പ് ഡേറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും കണ്ടാൽ മനസ്സിലാകാത്തതെന്ന് പറഞ്ഞിട്ട് എമിജുന്റെ ഹസ്ബൻഡ് അസിസ്റ്റന്റ് മാനേജർ ചായ കളിയാക്കും. യൂസഫിന് ഹ്യൂജിനെ ഇഷ്ടമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് ഒന്നും ചിന്തിക്കാതെ ഒരാളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ചെല്ലുവോ? ഹ്യൂസൻ സക്സസ്ഫുൾ ആണ്, റിച്ച് ആണ്, നല്ലൊരു ഫാമിലി ഉണ്ട്, എന്തായാലും ഹ്യൂജിൻ ലക്കി ആണെന്നൊക്കെ ടീം മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതെല്ലാം ടേം കേട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോഴെല്ലാം അതാണ് അവന്റെ മനസ്സിൽ. നീ ഹ്യൂജിന്റെ വീട്ടിൽ നിന്ന് താമസം മാറിയോ? അത് വേണ്ടായിരുന്നു, അത് കുറച്ച് കടുത്ത തീരുമാനമായി പോയി എന്ന് ഫ്രണ്ട് ടേങ്ങിന്റെ അടുത്ത് പറയും. എനിക്കറിയാം, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണമാണ് അവൾക്ക് ചേച്ചിയെ നഷ്ടപ്പെട്ടത്, അവൾക്കിപ്പോ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തത്. ഞാൻ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ചേച്ചി മരിച്ചതിന് ശേഷം അവൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആ റൂമിലേക്ക് പോകാൻ പോലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറിയതെന്ന് പറയുമ്പോൾ, നിനക്ക് അവളെ ഇഷ്ടമല്ലേ, അപ്പോൾ അവിടെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് ഫ്രണ്ട് ചോദിക്കും. അവളുടെ അടുത്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന എന്നെക്കാട്ടിലും കേപ്പബിൾ ആയിട്ടുള്ള മറ്റൊരാളുണ്ട്. അപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയെന്ന് ടേം മറുപടി കൊടുത്തു. അന്ന് പൂജനെ വിളിക്കാൻ ചെല്ലുമ്പോൾ ടേം താമസം മാറിയെന്ന് കേട്ടു, നിങ്ങൾ വഴക്കിട്ടിട്ടല്ലോ താമസം മാറിയതെന്ന് നെബന്റെ അമ്മ അവളോട് ചോദിക്കും. അല്ലാന്ന് പറയുമ്പോഴത്തേക്കിനും പൂജുവിന്റെ ഡേ കെയറിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ടേങ്ങിനെ വിളിച്ച് നിങ്ങൾ ഒന്നിച്ച് വേണം ഡേ കെയറിലേക്ക് പോകാമെന്ന് അവരവളോട് പറയും. തിരിച്ചു വന്നിട്ട് ടേങ്ങിനെ വിളിക്കണോ വേണ്ടയോ എന്ന് കുറച്ചു നേരം ആലോചിച്ചിട്ട് അവള് വിളിക്കേണ്ടാന്ന് തീരുമാനിക്കും. ചെറിയ എന്തോ പ്രോഗ്രാം ആണെന്നാണ് ഹ്യൂജിൻ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഡേ കെയറിന്റെ ആനുവൽ ഷോ ആണ്, ഒരു വലിയ ഇവന്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ മാത്രമേ ഉള്ളൂ കുഞ്ഞു ബൊക്കെയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. ബാക്കി എല്ലാവരും അച്ഛനെയും അമ്മയും എല്ലാവരെയും കൂട്ടി വന്നിട്ടുണ്ട്. ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, ആകെ ബഹളം. ചെറുതായിരുന്നപ്പോ ഫീൽഡ് ട്രിപ്പിനൊക്കെ പോയപ്പോൾ അവളും ഇതുപോലെ ഒറ്റപ്പെട്ട് നിന്നതെല്ലാം അവൾ സങ്കടത്തോടെ ഓർക്കും. അന്നേരത്തേക്ക് എല്ലാവരോടും അകത്തേക്ക് ചെല്ലാനായിട്ട് പറയും. കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ട്, അത് തുടങ്ങാനായിട്ട് പോകുമ്പോൾ മൂജു പെട്ടെന്ന് പുറത്തേക്ക് പോകും. പൂജുവിന്റെ പുറകെ ചെല്ലുന്ന ഹ്യൂജിൻ കാണുന്നത് കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്ന യൂസങ്ങിനെയാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.